ഉണ്ടാക്കാൻ പോവാണ്. ആട്ടുകാൽ കിഴങ്ങ് നമ്മുടെ മുട്ടുവേദന, കാലുവേദന ഇങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഈ ആട്ടുകാൽ കിഴങ്ങ് നല്ലതാണ് പറയാം. സൂപ്പിനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം, ഈ ഐറ്റങ്ങൾ. ഇത് ആട്ടുകാൽ കിഴങ്ങ്, ഇത് കുരുമുളക്, നമുക്ക് ഒരു നുള്ളി കുരുമുളക് വേണം. ഇത് കൊച്ചുള്ളി ഒരു 2-3 കൊച്ചുള്ളി, വെളുത്തുള്ളി നമ്മുടെ ആവശ്യത്തിനുള്ളത്, പിന്നെ ഇഞ്ചി, ഒരു പച്ചമുളക്, നമുക്ക് പിന്നെ വറ്റിലമുളക് ഇടിച്ച് ആണ് നമുക്കിത് വേണ്ടത്, പിന്നെ പട്ട, കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു, പിന്നെ നമുക്ക് വേണ്ടത് ഇത് വേപ്പില, കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇതെല്ലാം നമ്മൾ അരച്ചു വെച്ചിരിക്കുകയാണ്. ഇതിന് നമ്മൾ ഒരു ചിരട്ട എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു അടപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മളിത് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പം ഇവനെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മളിവനെ അങ്ങോട്ട് നല്ലതായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഇളക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവനെ ഈ പൊടിച്ച് വെച്ചേക്കുന്ന സാധനം നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയാണ് നമ്മൾ വെച്ച് കൊടുക്കുക. നമുക്ക് നല്ലതായിട്ട് ഇട്ട് കൊടുക്കുക. പച്ചമണം മാറാൻ വേണ്ടി നല്ല ഇളക്കുക. ഇളക്കി നല്ല രീതിയിലാവും ഇളക്കണം. ഇളക്കി ഇതിൻ്റെ പച്ചമണം എല്ലാം കൂടെ മാറി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ ഉപ്പ് അത്യാവശ്യമായിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കാണ്. നമ്മുടെ മിക്സിയുടെ അകത്ത് നമ്മൾ അടിച്ചു വെച്ച മിക്സി ജാറിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ച് അവനെ കലക്കി ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് ഒരു അടപ്പ് വെച്ച് അടയ്ക്കണം. നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം കൂട്ടിയെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് നമുക്ക് ആ വെള്ളമാണ് നമുക്ക് ആവശ്യം, ഇതിൻ്റെ നീര്. ഇത് നമ്മൾ നല്ലതായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ച് ഇത് വെള്ളമായിട്ട് എടുക്കണം. നമ്മളിതിപ്പം തിളച്ചിരിക്കുന്നു, നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഇത് കിഴങ്ങെന്ന് പറയുന്ന ഇതിൻ്റെ ചാറ് മാത്രമാണ് നമ്മളെടുത്ത് കുടിക്കേണ്ടത്. ഔഷധം അതാണ്. നമ്മളിപ്പം എല്ലാം തിളച്ചു, ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളതിനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാം. നമ്മുടെ മക്കൾക്കും കൊടുക്കുന്ന കാണിക്കാം വീഡിയോയുടെ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ആട്ടുംകാൽ സൂപ്പ് റെഡി ആയിരിക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് ഇത് തണുത്താറി കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ.